എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരാൾ ചോദിച്ചൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. 3 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണ്. ഓരോ ഫ്ലോറിനും സെപ്പറേറ്റ് ബിൽഡിംഗ് നമ്പർ ഉണ്ട്. ഒരു ഫ്ലോറിൽ ഓണർ താമസിച്ചിട്ട് ബാക്കി 2 ഫ്ലോർ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്. കേരള ടൂറിസം ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷനിൽ ഓണർ അല്ലെങ്കിൽ ഫാമിലി ആ പ്രോപ്പർട്ടിയിൽ ഫിസിക്കലി താമസിക്കണം. അതോടൊപ്പം ഗസ്റ്റിന് കൊടുക്കാവുന്ന മാക്സിമം 6 റൂംസിൽ 12 ബെഡ്സ് വരെയാണ്. അതായത് ഓണർ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിച്ച് അപ്പർ ഫ്ലോറിലെ റൂംസ് ഗസ്റ്റിന് കൊടുക്കുന്ന രീതിയിലുള്ള ഹോം സ്റ്റേ മോഡൽ സാധ്യമാണ്. കേരള ടൂറിസത്തിൽ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ചില ഹോം സ്റ്റേകളിലും ഓണർ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിച്ച് ഫസ്റ്റ് ഫ്ലോർ ഗസ്റ്റിന് റൂംസ് ആയിട്ട് ഉപയോഗിക്കുന്ന മോഡൽ കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ഓരോ ഫ്ലോറിനും സെപ്പറേറ്റ് ബിൽഡിംഗ് നമ്പർ ആണെങ്കിൽ ഓണർ ഒരു ഫ്ലോറിൽ താമസിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഹോം സ്റ്റേ ആക്കാമെന്ന് പറയാൻ പറ്റില്ല. പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ്, ബിൽഡിംഗ് സെറ്റപ്പ്, ഗസ്റ്റ് റൂംസ് എല്ലാം നോക്കിയാണ് ക്ലാസിഫിക്കേഷൻ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് പണം ചെലവാക്കി റൂംസ് റെഡി ചെയ്യുന്നതിന് മുമ്പായിട്ട് കേരള ടൂറിസത്തിൽ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് കാണിച്ച് എലിജിബിലിറ്റി കൺഫേം ചെയ്യുക. ഓർക്കുക, ഓണർ സെയിം പ്രോപ്പർട്ടിയിൽ താമസിക്കുന്നത് പ്രധാനമാണ്. പക്ഷേ സെപ്പറേറ്റ് ബിൽഡിംഗ് നമ്പർ ഉണ്ടെങ്കിൽ ആദ്യം എലിജിബിലിറ്റി ക്ലിയർ ആക്കണം. നിങ്ങളുടെ പ്രോപ്പർട്ടിക്കും ഇതുപോലൊരു ഡൗട്ട് ഉണ്ടോ? ബിൽഡിംഗ് എത്ര ഫ്ലോർ ആണ്, ഓണർ ഏത് ഫ്ലോറിലാണ് താമസിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. ഇത്തരം പ്രാക്ടിക്കൽ ഹോം സ്റ്റേ ബിസിനസ് ഡൗട്ട്സ് സിമ്പിൾ ആയിട്ട് അറിയാൻ ഫോളോ ചെയ്യൂ.